ഹായ് ഫ്രണ്ട്സ്, സ്കൂട്ടി സംബന്ധമായ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്നുള്ള രീതിക്കാണ് ഞാൻ ഇന്നും വീഡിയോ ചെയ്തിട്ടുള്ളത്. മുമ്പ് ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ വന്ന് ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അതിനുള്ള മറുപടി എന്നുള്ള രീതിക്കുള്ള വീഡിയോ ചെയ്യാൻ വൈകിയത് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ കടക്കാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ചോദ്യം തന്നെ നമുക്ക് എടുക്കാം. അവരുടെ ആ ഒരു ചോദ്യം നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ആ ഒരു ചോദ്യം ഞാൻ ചുരുക്കി തന്നെ പറഞ്ഞുതരാം. അവർ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നല്ല ശ്രദ്ധിച്ച് തന്നെ ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ അവരൊരു 30 സ്പീഡിൽ നിന്നും 40 സ്പീഡിലേക്ക് സ്പീഡെടുത്ത് പോകുമ്പോൾ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് ആ ചോദ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ അവർ വളരെ പതുക്കെ പോകുന്നു എന്നുള്ള രീതിയിൽ മറ്റുള്ളവർ പറയുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് അവർ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സ്പീഡെടുത്ത് പോവുക എന്നുള്ളത് നമുക്കിപ്പോൾ ഒരു കുന്ന് കയറ്റത്തിലായിക്കോട്ടെ, കുന്ന് ഇറക്കത്തിലായിക്കോട്ടെ, അതായത് കുണ്ടും കുഴിയുള്ള സന്ദർഭം, അതുപോലെ തന്നെ നല്ല റഷ്യൊക്കെ ആയിട്ടുള്ള റോഡിൽ നിന്നൊക്കെ ആണെങ്കിൽ നമുക്കൊരിക്കലും സ്പീഡെടുത്ത് പോകാൻ സാധിക്കില്ല. കാരണം അത് നോർമലായിട്ടുള്ളൊരു സ്പീഡ് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് പോകാൻ സാധിക്കുള്ളൂ. അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. പിന്നെയുള്ള അത് പറയാൻ വിട്ടുപോയതാണ് നമ്മളെ പേടി. നമുക്ക് അത്യാവശ്യം സ്പീഡിൽ പോകുമ്പോൾ നമ്മളിപ്പോൾ ഒരു നോർമലായി ഓടിച്ചു പോയ ഒരാൾക്കാണെങ്കിൽ നമ്മളൊരു സ്പീഡിൽ പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ മുന്നിൽ ആരെങ്കിലും പോവുമോ എന്നുള്ള ഭയം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ മുന്നിൽ ഒരു കുണ്ടും കുഴിയൊക്കെ പെട്ടെന്ന് പെടുവോ, അന്നേരം ബ്രേക്ക് പിടിക്കുമ്പോഴൊക്കെ ചില ആളുകൾക്ക് പേടി തോന്നാറുണ്ട്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടൊക്കെ നമ്മളിൽ പലരും ഈ ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. സ്പീഡ് എടുത്ത് പോകാനുള്ള മടിയും അതുപോലെ തന്നെ ഒരു പേടിയും. മടിയല്ല, ഒരു പേടി എന്ന് വെച്ചാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് തന്നെ അത് മാറ്റിയെടുക്കാവുന്നതാണ്. കാരണം ഇത് നിങ്ങൾക്ക് പേടിയല്ല എന്നുള്ള രീതിയിലോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. കാരണം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അനുഭവത്തിലുണ്ട് എങ്കിൽ ആ ഒരു സാഹചര്യം നമ്മളെ പേടി കൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ മാറ്റിയെടുക്കണം. എന്തുകൊണ്ടാണ് ആ ഒരു പേടി വരുന്നത്? ഞാൻ മുമ്പ് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നേ കാരണം കൊണ്ടൊക്കെ നമുക്ക് പേടി വരാറുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം മാറ്റിയെടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അമിതമായ സ്പീഡിൽ പോകണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ ചില ഘട്ടത്തിലൊക്കെ ഒരു വണ്ടി നമ്മൾ മുന്നിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ വണ്ടിയെ നമുക്ക് മറികടന്ന് പോകണമെങ്കിൽ നമ്മൾ പോകുന്ന ആ ഒരു സ്പീഡും ആ വണ്ടിയുടെ ആ ഒരു സ്പീഡിൽ നിന്നും കുറച്ച്, നമ്മളിപ്പോൾ 30ലാണ് പോകുന്നതെങ്കിൽ നമ്മൾ തൊട്ട് അതേ സ്പീഡിൽ തന്നെ ഒരു നോർമലായിട്ട് 30 തന്നെയാണ് നമുക്ക് ഏകദേശം മനസ്സിലാവും. അങ്ങനെ നമുക്ക് ആ 30ൽ നിന്ന് ഒരു 40 സ്പീഡിലേക്ക് പോകേണ്ട ആവശ്യകത വരും ഓവർടേക്ക് ചെയ്യേണ്ട സന്ദർഭത്തിൽ. അപ്പോൾ നമ്മൾ അതിനെ ഓവർടേക്ക് ചെയ്ത് പോകുന്നു. ആ ഒരു സന്ദർഭത്തിലൊക്കെ നമുക്ക് സ്പീഡ് എടുത്ത് പോകേണ്ട ആവശ്യം വരാറുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇടുങ്ങിയ റോഡിലൂടെയൊക്കെ പോകുന്ന സാഹചര്യത്തിൽ നമ്മൾ പിറകിൽ കുറച്ച് വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ പതുക്കെ പോകുകയാണെങ്കിലും ഇതിൽ വണ്ടി ഉണ്ടാകുമ്പോൾ തുരിതുരാ പോകണമായിരിക്കും നമ്മൾ വളരെ പതുക്കെ പോകുന്നൊരു വണ്ടിയാണെങ്കിൽ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലൊക്കെ നമുക്ക് അത്യാവശ്യം കുറച്ച് സ്പീഡ് എടുത്ത് പോകേണ്ട ആവശ്യം വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഓവർടേക്ക് ചെയ്ത് പോകുന്ന സാഹചര്യത്തിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഒരു സ്പീഡ് എടുത്ത് പോകുന്നത് ഉപകാരം ചെയ്യുന്നത്. അപ്പോൾ അത് ശീലമാക്കിയില്ലേ നമുക്ക് ചില ഘട്ടത്തിലൊക്കെ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് എങ്ങനെ ഓവർടേക്ക് ചെയ്ത് പോകാം എന്നിങ്ങനെയുള്ള പല വീഡിയോസ് എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണാത്ത ഒരാളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അതിൽ കയറി കാണാവുന്നതാണ്. രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഒന്ന് ശ്രമിച്ച് നോക്കുക. തീർച്ചയായിട്ടും അത് നമുക്ക് അത്യാവശ്യം സ്പീഡ് എടുത്ത് പോകാൻ സാധിക്കുന്നതായിരിക്കും. അതിന് നമ്മൾ വണ്ടിയിൽ കയറി ഇരുന്നതിന് ശേഷം നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ നോട്ടം കറക്റ്റ് സ്ട്രൈറ്റ് ആയിരിക്കണം. അതല്ലാതെ നമ്മൾ വണ്ടിയുടെ നേരെ മീറ്റർ കൺസോളിലും അതുപോലെ തന്നെ നേരെ അതിൻ്റെ കുറച്ച് മുന്നോടിയായിട്ടും നോക്കാൻ വേണ്ടി ശ്രമിക്കരുത്. കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വണ്ടിയിൽ നിന്ന് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് പേടി കൂടാതെ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾ അടുത്തതായി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പരിചയമുള്ള റോഡ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. പരിചയമുള്ള റോഡ് എന്ന് പറയുമ്പോൾ നല്ല കുന്ന് ഇറക്കമുള്ള റോഡല്ല, അതുപോലെ നല്ലൊരു കുന്ന് കയറ്റമുള്ള റോഡും ആവരുത്. പിന്നെ വളവൊക്കെയുള്ള റോഡ്, പിന്നെ എന്ന് പറഞ്ഞാൽ നല്ല വാഹനങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഭയങ്കര റഷായിട്ടുള്ള റോഡും ആവരുത്. അത്യാവശ്യം നല്ല നീളത്തോടു കൂടിയുള്ള കുന്നും പിന്നെ കുന്നിറക്കമൊന്നും ഇല്ലാത്ത നോർമലായിട്ട് സ്ട്രൈറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന റോഡായിരിക്കണം. അതുപോലെ തന്നെ വളവും കാര്യങ്ങളൊക്കെ ഇല്ലാത്ത റോഡാണ്. പിന്നെ എന്ന് വെച്ചാൽ അത്യാവശ്യം റഷോ കാര്യങ്ങളോ കുണ്ടും കുഴിയൊന്നും ഇല്ലാത്ത റോഡാവുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയുള്ള റോഡ് നിങ്ങൾ തിരഞ്ഞെടുത്ത് അതിൽ നിങ്ങളൊന്ന് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വണ്ടിയിൽ ആക്സിലേറ്റർ പിടിക്കുന്ന രീതി എങ്ങനെയാണെന്ന് കൂടി നിങ്ങൾ ചിന്തിക്കുക. ചിലപ്പോൾ ചില ആളുകൾ ആക്സിലേറ്റർ താഴോട്ടാക്കിയിട്ട് പിടിക്കുന്നത് കാണാറുണ്ട്. അങ്ങനെ പിടിച്ചാൽ നമുക്ക് അത്യാവശ്യം സ്പീഡ് എടുത്ത് പോകാനൊന്നും സാധിക്കില്ല. ഒരു നോർമൽ സ്പീഡ് വരെ നമുക്ക് ആക്സിലേറ്റർ കൊടുത്താലും വണ്ടി പോയുള്ളൂ. കാരണം നമ്മൾ ആ ഒരു പിടുത്തം ശരിയല്ലാത്തതുകൊണ്ടാണ്. അതല്ലാതെ നമ്മൾ നേരെ ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് നമ്മൾ നോർമലായി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി മൂവ് ആവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് മീറ്റർ കൺസോളിൽ നോക്കേണ്ട ആവശ്യമില്ല. മീറ്ററിൽ നോക്കാതെ തന്നെ നമ്മൾ
വണ്ടി സ്പീഡിൽ എടുത്ത് പോകാവുന്നതാണ്. ഇത് അത്യാവശ്യ ഘട്ടത്തിൽ ഇടയ്ക്ക് സ്പീഡ് കൂടിപ്പോകുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മീറ്റർ നോക്കാവുന്നതാണ്. നല്ലൊരു അമിതമായ രീതിയിലുള്ള സ്പീഡിൽ എടുത്ത് പോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആക്സിലേറ്റർ സ്പീഡ് കൊടുത്ത് പോകുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ആക്സിലേറ്റർ തിരിച്ച് സ്പീഡ് എടുക്കാൻ വേണ്ടി ശ്രമിക്കരുത്. നമ്മൾ ആ റോഡിനനുസരിച്ച് മുന്നിലേക്ക് കുണ്ട് കുഴി അതുപോലെയുള്ള കാര്യങ്ങൾ വളവൊന്നും ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെറുതായി വളരെ നോർമലായിട്ട് നമ്മളും വണ്ടി ഒന്നും അറിയാൻ പാടില്ല നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നതെന്ന് പോലും. നമ്മൾ നമ്മളെ കൈകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ആക്സിലേറ്റർ കൊടുത്തുകൊണ്ട് ഇരിക്കുക. പെട്ടെന്ന് കൊടുത്തു പോകാനല്ല പറഞ്ഞത്. ഒന്ന് ഇപ്പോൾ ഒരു 30 പോകുന്നതെങ്കിൽ കുറച്ചൊന്ന് ചെറുതായി ഒന്ന് കൊടുക്കുക 30 മീറ്റർ. അപ്പോൾ അങ്ങനെ നമ്മൾ ശ്രമിക്കുക. അതല്ലാതെ പെട്ടെന്ന് ആക്സിലേറ്റർ എടുത്ത് സ്പീഡ് എടുത്ത് കൊടുത്ത് പോകുമ്പോൾ നമ്മൾ പെട്ടെന്നൊന്ന് ഞെട്ടും, വാഹനം ഒന്ന് പെട്ടെന്ന് ആ ഒരു സ്പീഡിൽ നിന്ന് പെട്ടെന്നൊരു സ്പീഡ് എടുക്കുമ്പോൾ ഒന്ന് കുതിച്ച് പോകുന്ന പോലെയൊക്കെ ആയിട്ട് തോന്നും. അങ്ങനെയല്ല, വളരെ നോർമലായിട്ട് ആ ഒരു റോഡ് ആദ്യം തന്നെ നമ്മൾ റോഡ് നോക്കണം. നമ്മൾ സ്പീഡ് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ റോഡ് സ്ട്രൈറ്റ് ആയിരിക്കണം. ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളത് നല്ല നീളത്തോടു കൂടിയുള്ള റോഡായിരിക്കണം. നമുക്ക് മുന്നിൽ വാഹനങ്ങൾ വരുന്നതോ കാര്യങ്ങളോ നമ്മൾ മുന്നിലൊരു വണ്ടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലയെന്ന് അത് തന്നെ ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ പിന്നെ മറ്റു ചെറിയ റോഡൊക്കെ ഉണ്ടാവും. ഈ റോഡിലേക്ക് കൂടിച്ചേരുന്ന മറ്റ് ചെറിയ റോഡൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ഏരിയ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ ചില ഘട്ടത്തിലൊക്കെ ചില ആളുകൾ പല ഡ്രൈവിങ്ങുമാണ് പലതരത്തിലുള്ള ആളുകളുടെ. അപ്പോൾ നോർമലായിട്ടൊന്നും നോക്കാതെയൊക്കെ നേരെ കുറുകെ വണ്ടിയൊക്കെ മെയിൻ റോഡിലൊക്കെ എടുത്ത് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള റോഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ വെക്കുക. കാരണം അതാ ഞാൻ മുന്നേ പറഞ്ഞത്, നമുക്ക് പരിചയമുള്ള റോഡിലാണെങ്കിൽ കുഴപ്പമില്ല. ഇന്ന സ്ഥലത്തൊക്കെ ഈ റോഡിലേക്ക് അടുപ്പിച്ച് മറ്റ് ചെറിയ റോഡൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വാഹനങ്ങളൊക്കെ കയറി വരും. അപ്പോൾ ആ ഒരു ചിന്തയോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സ്പീഡ് കുറച്ച് നോർമലായിട്ട് കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യുക. അതെല്ലാം നമുക്ക് നമുക്ക് അത്യാവശ്യം ഗ്രൗണ്ടിലാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഗ്രൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. അത്യാവശ്യം സ്പീഡ് എടുത്ത് പോയി ഡ്രൈവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് എപ്പോഴും എല്ലാ റോഡിനും സ്പീഡ് എടുത്ത് പോകണം എന്നുള്ളത് സാധ്യമല്ല. കാരണം എന്ന് വെച്ചാൽ ആ റോഡും ആ ഒരു കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റൂ. എങ്ങനെയെന്ന് വെച്ചാൽ ഒരു നോർമൽ സ്പീഡായിക്കോട്ടെ, അതിൽ കുറച്ച് കൂടുതലായിക്കോട്ടെ, ആ റോഡിനനുസരിച്ചിട്ട് നമുക്ക് സ്പീഡ് എടുത്ത് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഒന്നെങ്കിൽ അതൊരു മറ്റു പല വാഹനങ്ങളൊക്കെ ക്രോസ് ചെയ്ത് പോകുന്ന റോഡാണെങ്കിൽ നമുക്ക് ഒരിക്കലും സ്പീഡ് എടുത്ത് പോകാനൊന്നും സാധ്യമല്ല. അതുപോലെ തന്നെ കുണ്ടും കുഴിയൊക്കെ ഉള്ള റോഡ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് വളവൊക്കെ വരുന്ന റോഡ്, അതുപോലെ തന്നെ കുന്നിറക്കുള്ള റോഡ്, അങ്ങനെയുള്ള ഘട്ടത്തിലൊന്നും നമുക്ക് സ്പീഡ് എടുത്ത് പോകാൻ വേണ്ടി സാധ്യമല്ല. അപ്പോൾ ഓരോ റോഡും അതിനനുസരിച്ചും ആയിരിക്കണം നമ്മളെ ഡ്രൈവിങ്ങും അതിൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ. അതല്ലാതെ നമ്മൾ അമിതമായ സ്പീഡിൽ ഒരേ പോക്ക് എല്ലാ റോഡിലും ഒരേ സ്പീഡിൽ തന്നെ എന്നുള്ള രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. അങ്ങനെ ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ അതൊക്കെ ആദ്യം ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒന്ന് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ അടുത്തൊരു ചോദ്യം, ഈ ഒരു മുമ്പ് ചോദിച്ച അതേ ചോദ്യമായിട്ട് സാമ്യമുള്ളൊരു ചോദ്യമാണ്. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നതാണ്. ഞാൻ വണ്ടി ഓടിക്കും, പേടി മാറുന്നില്ല. സൈക്കിൾ ബാലൻസ് ഇല്ലാത്തത് കാരണം കൊണ്ടാണോ എന്നുകൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഞാൻ മുമ്പ് പറഞ്ഞ ആ ഒരു ചോദ്യമായിട്ട് ഏകദേശം ഒരു സാമ്യമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഞാൻ മുമ്പ് പറഞ്ഞ ആ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു ചോദ്യത്തിനുള്ള മറുപടി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം തന്നെ മുമ്പ് പറഞ്ഞ ഇതിൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു പേടി മാറുന്നതാണ്. പിന്നെ ചില ആളുകൾക്ക് ഈ പേടി വരാനുള്ള കാരണം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ചില ഘട്ടത്തിൽ വീണിട്ടുണ്ടാവാം. ചിലപ്പോൾ നമുക്ക് തന്നെ പേടി തോന്നുന്നില്ല, ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് കൂടി ഒന്ന് ചിന്തിച്ച് അടുത്ത തവണ നമ്മൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ പേടിയൊക്കെ മാറി കിട്ടുന്നതായിരിക്കും. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ കയറി അത് കാണാവുന്നതാണ്. എങ്ങനെ പേടി മാറ്റിയെടുക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആ ഒരു ചോദ്യം ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഞാൻ ചുരുക്കി തന്നെ പറയാം. അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഓഫ് റോഡിലേക്ക് പോകുന്ന സമയത്ത്, അഥവാ കല്ലും കുഴിയൊക്കെ ഉള്ള റോഡിലൂടെ പോകുന്ന സമയത്ത് വണ്ടി പൊളഞ്ഞ് താഴെ വീഴുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വിശദീകരണമായിരിക്കും അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ ഞാനത് വിശദീകരിച്ച് പറഞ്ഞുതരാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ സ്കൂട്ടി പോലെയുള്ള വണ്ടി ഓഫ് റോഡ് വെഹിക്കിളല്ല. അത് ഒരു നോർമലായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് അത്യാവശ്യം ഉള്ള റോഡിലൊക്കെ നമ്മൾ പോകുന്ന സാഹചര്യത്തിൽ നമുക്കതിലെ പോകേണ്ട അവസ്ഥയാണെങ്കിൽ നമുക്കതിലെടുത്ത് പോകാനല്ലാതെ
നമുക്ക് എപ്പോഴും ഓഫ് റോഡിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു വാഹനമല്ല ഈ സ്കൂട്ടി എന്നുള്ളത് അത് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ ഇപ്പോൾ എൻ്റെ ചാനലിൽ ആനലൈൻസ് കിട്ടാത്തവർക്ക് അങ്ങനെയുള്ള റോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര കല്ലും കുണ്ടൊക്കെ ഉള്ള വലിയ ഇതുള്ള റോഡല്ല ഞാൻ പറഞ്ഞത്. അത്യാവശ്യം ഒരു നോർമലായി പൊട്ടിപ്പൊളിഞ്ഞ റോഡ് എന്നാണ് പറഞ്ഞത്. അത് ബാലൻസ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അഥവാ ഒരു യാത്രവേളയിൽ നമ്മളൊരു ഇതുപോലെയുള്ള ഒരു പൊട്ടിപ്പൊളിഞ്ഞതായിട്ടുള്ള ചെറിയൊരു ഓഫ് റോഡായിട്ടൊരു സ്ഥലം കിട്ടുന്നു. അപ്പോൾ അതിലേ പോകേണ്ട ആവശ്യം ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി നല്ലൊരു സ്പീഡ് എടുത്ത് പോകാനല്ല, നമ്മളൊരു നോർമലായിട്ട് അത്യാവശ്യം ഹൈറ്റുള്ള ഒരാളാണെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു പ്രശ്നം വരില്ല. കുറച്ച് ഹൈറ്റ് കുറഞ്ഞവരാണെങ്കിൽ ഈ ഒരു സാഹചര്യം ഇദ്ദേഹം പറഞ്ഞതുപോലെ ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. ഒരു ഭാഗത്ത് ചെരിഞ്ഞു പോകുന്നതും അതുപോലെ തന്നെ ഒരു കല്ലിന് തട്ടി വീഴുമ്പോൾ അങ്ങനെ ഇതായി പോകുന്നതും ഒക്കെ ആയിട്ട് തോന്നാറുണ്ട്. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ബ്രേക്കിൽ കൈവച്ചുകൊണ്ട് ബ്രേക്ക് പിടിച്ച് വണ്ടി ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. അതെല്ലാം നോർമലായിട്ട് കുഴപ്പമില്ല. ചെറിയ ചെറിയ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ റോഡാണെങ്കിലും പോലും നമ്മൾ അതിൽ നല്ലൊരു സ്പീഡ് എടുത്ത് പോകാൻ വേണ്ടി ശ്രമിക്കരുത്. നമുക്ക് കാല് കുത്തി പോകേണ്ട ഇതേപോലെ എൻ്റെ ഈ വീഡിയോയിൽ കാണുന്നത് അത്യാവശ്യം ഒരു നോർമലായിട്ടുള്ള ഒരു പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്. അതല്ലാതെ ഭയങ്കര ഓഫ് റോഡായിട്ടുള്ള റോഡ് കല്ലൊക്കെ പൊന്തിക്കിടക്കുന്ന റോഡാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും രണ്ട് കാലും കുത്തി ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചില ആളുകൾ പറയാറുണ്ട് ഒരു കാലം ഒരു സൈഡിൽ കുത്തി ഡ്രൈവ് ചെയ്യുന്നതല്ലേ നല്ലത്. അങ്ങനെയല്ല, രണ്ട് കാലും കുത്തി ഡ്രൈവ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് ഹൈറ്റ് കുറഞ്ഞിട്ടും ചില ഭാഗത്ത് ഹൈറ്റ് കൂടിയിട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. ആ ഒരു സാഹചര്യത്തിലൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് അലടാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നമ്മൾ രണ്ട് കാലും കുത്തി ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നല്ല കല്ലും കാര്യങ്ങളൊക്കെ പൊന്തിയ റോഡാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പിറകിലെ ബ്രേക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നല്ലൊരു സ്പീഡ് എടുത്ത് പോകാൻ വേണ്ടി ശ്രമിക്കരുത്. കാലെപ്പോഴും റോഡിൽ തന്നെ കുത്തി ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ഓഫ് റോഡിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഓഫ് റോഡ് പോലെയുള്ള റോഡിൽ വണ്ടി ഡ്രൈവ് ചെയ്യാൻ സാധ്യമല്ല. ഈ സ്കൂട്ടി പോലെയുള്ള വാഹനങ്ങൾ ഓഫ് റോഡിൽ ഉപയോഗിക്കുന്ന വണ്ടിയല്ല. അതിന് മറ്റു പല വാഹനങ്ങളാണ് ഉപയോഗിക്കാൻ. അപ്പോൾ അതാദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നോർമലായിട്ടുള്ള റോഡിൽ സ്കൂട്ടി ഉപയോഗിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അത്യാവശ്യം കുണ്ടും കുഴിയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നമുക്ക് സ്കൂട്ടി ഉപയോഗിച്ച് പോവാം. അതല്ലാതെ നമ്മൾ കാട് കയറി ഓഫ് റോഡിന് പോകുന്നതാണെങ്കിലാണ് ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും കാല് നമ്മൾ ആദ്യം തന്നെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സൈഡിൽ ഒരു കുണ്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ നേരെ പോയിട്ട് അത് നടുക്ക് പോയിട്ട് ആ കുണ്ടിൽ ചാടുകയല്ല ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ആ റോഡിൽ തന്നെ കുറച്ച് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ സ്ട്രൈറ്റ് നോക്കണം. നമ്മൾ ആ ഒരു കുണ്ടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു വണ്ടി ആ കുണ്ടിലേക്ക് ഒന്ന് അമർന്ന് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം കാല് ഏത് ഭാഗത്തായിട്ടാണ് വെക്കേണ്ടത്. അത് ഉയരം കൂടിയ ഒരു ഭാഗത്ത് നമുക്ക് കാല് വെക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ ചിന്തിച്ച് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതല്ലാതെ നമ്മൾ നേരെ പോയി അവിടെയുള്ളൊരു കല്ലൊക്കെ ഉണ്ടാകുമ്പോൾ അതിലെ കയറി ഇതാകല്ല ചെയ്യേണ്ടത്. ആദ്യം തന്നെ നമ്മൾ ബ്രേക്ക് എപ്പോഴും ചെറുതായി പിടിച്ച് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഈ ഓഫ് റോഡ് പോലെയുള്ള സ്ഥലത്ത്. അതുപോലെ തന്നെ നമ്മൾ പിടിച്ചെന്ന് ഉദ്ദേശിച്ചത് ചെറുങ്ങനെ പിടിച്ചും വിട്ടും തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ഓഫ് റോഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ. അങ്ങനെ നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഓഫ് റോഡിൽ ഉപയോഗിക്കേണ്ട വണ്ടിയല്ല സ്കൂട്ടി. അതാദ്യം ചിന്തിക്കുക. പിന്നെ അത്യാവശ്യം ചെറിയ നോർമലായിട്ടുള്ള റോഡ് പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൊക്കെ ഉപയോഗിക്കുക, കുഴപ്പമില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ നിരന്തരം അങ്ങനെയുള്ള റോഡിൽ ഉപയോഗിക്കുകയാണെങ്കിൽ വണ്ടിക്ക് കംപ്ലൈൻ്റ് ആവും. അതിൻ്റെ കോൺസെൻറ്റിനൊക്കെ പ്രശ്നം വരും, ഷോക്കിനും കാര്യങ്ങളൊക്കെ. അതും ഒന്ന് ശ്രദ്ധിക്കുക. ഓരോ ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണിച്ചു തരാം. ഹമ്പ് കയറുന്ന വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ ചോദ്യം വീണ്ടും ഒരാൾ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹമ്പ് കയറി ഇറങ്ങുമ്പോൾ വണ്ടി ചെരിഞ്ഞു പോകുന്നു എന്നുള്ള രീതിയിലാണ് ആ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. പിന്നെ അടുത്തൊരു ചോദ്യം എന്ന് വെച്ചാൽ കയറ്റത്തിലും ഇറക്കത്തിലും ഓടിക്കുന്നത് കാണിക്കാമോ, ഫ്രണ്ട് ബ്രേക്ക് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്തൊരു ചോദ്യം, ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ ആരോ കാണിക്കുന്ന ഒരു സിഗ്നൽ കാണിക്കാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യമാണ് വന്നിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ ജംഗ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഗ്രീന്, യെല്ലോ റെഡ്. അപ്പോൾ ഈ ഗ്രീൻ ലൈറ്റിൻ്റെതോ യെല്ലോ അല്ല ഗ്രീൻ ലൈറ്റിൻ്റെ നടുക്കായിട്ട് ചില ഏറോ സിമ്പൽ കൊടുക്കാറുണ്ട്, നേരെ വലത്തോട്ട് ഇടത്തോട്ട് എന്നൊക്കെ കാണിച്ചിട്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ആ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഇന്ന് എനിക്ക് ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തി ചെയ്യുമ്പോൾ ലെങ്ത്ത് കുറേ അങ്ങ് പോകും. അപ്പോൾ അത് ഓരോരോ ആളുകൾക്ക് ഇതിൻ്റെ ഒരു ചോദ്യമായിരിക്കും ഒരാൾക്ക്, അതിൻ്റെ മറുപടി ആയിരിക്കും ഒരാൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ മൊത്തമായിട്ട് അവർ ഇരുന്ന് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് അവർക്ക് അനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള ചോദ്യത്തിനുള്ള മറുപടി എന്നുള്ള രീതിക്ക് തന്നെയാണ് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നത്. വളരെയധികം ലേറ്റ് ആവില്ല. കാരണം ഓൾറെഡി ഞാൻ അതൊക്കെ സെറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇനി ഇത് അപ്ലോഡ് ചെയ്യാൻ
ഞാനതും ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് 2 ദിവസത്തിനകം തന്നെ ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നവരെ ബൈ.